2001 ജൂൺ 22 വെള്ളിയാഴ്ച. സമയം ഏതാണ്ട് സന്ധ്യയോടടുത്തു. മംഗലാപുരത്ത് നിന്നും നിറയെ യാത്രക്കാരുമായി ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന 6002 നമ്പർ മെയിൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് ഇതുപോലെ ചൂളം വിളിച്ച് കുതിച്ചു പായുകയായിരുന്നു. കടലുണ്ടി പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ പാലത്തിൽ എത്തിയപ്പോൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ട്രെയിനിന്റെ ബോഗികൾ ഓരോന്നായി വെള്ളത്തിലേക്ക് പതിച്ചു. എന്താണ് സംഭവിച്ചത് എന്നറിയുമ്പോഴേക്കും ബോഗികൾ കടലുണ്ടി പുഴയിലെ ആഴങ്ങളിലേക്ക് മെല്ലെ താഴ്ന്നു. ആദ്യം തൊട്ടടുത്തുണ്ടായിരുന്നവരാണ് ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ഭാഗത്തുണ്ടായിരുന്ന ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ച് രക്ഷിക്കാൻ കഴിയുന്ന ഓരോരുത്തരെയും ബോഗികളിൽ നിന്നും പുറത്തെത്തിച്ചു. ട്രെയിനിന്റെ 6 ബോഗികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 4 ബോഗികൾ പൂർണ്ണമായും പുഴയിൽ പതിച്ചു. മറ്റ് 2 പാലത്തിൽ തൂങ്ങി നിന്നു. ഈ വൈകുന്നേരം ഞങ്ങൾ ഈ പരിസരത്തുള്ള സമയത്ത് ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് ഞങ്ങൾ നോക്കണത്. അപ്പം നോക്കുമ്പോൾ എന്താ വെച്ചാൽ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 10 മീറ്റർ അപ്പുറത്ത് ഞങ്ങളുള്ളത്. ഞാൻ ഈ അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്, പിശാരിക്കലേ. അപ്പോൾ ആ സമയത്ത് ഇത് ഒച്ച കേട്ടപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓടി. കുറേ ആൾക്കാരൊക്കെ ചെറിയ തോണികളുണ്ടായിനി. അപ്പോൾ അതിൽ കുറേ പോയി കണ്ട് തോണിക്ക് ആൾക്കാരെയൊക്കെ പിടിച്ച് കയറ്റി അങ്ങനെ കരക്ക് കൊണ്ടുപോയിടും. അങ്ങനെ വീണ്ടും പോകും. അപ്പോഴേക്ക് പിന്നെ എല്ലാ ഭാഗങ്ങളിലും വിവരങ്ങൾ കിട്ടി. അപ്പോഴേക്കും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പിന്നെ വന്നതിന് ശേഷമാണ് കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ബാക്കിയൊക്കെ അന്നത്തെ ട്രെയിൻ ദുരന്തത്തിൽ 57 പേർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. 300ഓളം പേരെ പരിക്കുകളോടെ രക്ഷിക്കാനായി. അന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മിക്ക രക്ഷാപ്രവർത്തകർക്കും ഇന്നും ജൂൺ 22 എത്തുമ്പോൾ ട്രെയിൻ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ്. ഞാൻ രാമനാട്ടുകാരെ ഒരു വിവാഹ വീട്ടിലായിരുന്നു. അവിടുന്ന് അന്നത്തെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്, കടലുണ്ടിയിൽ ഇങ്ങനെ ട്രെയിൻ മറിഞ്ഞ് ഒട്ടനവധി ആളുകൾ വെള്ളത്തിലാണെന്ന് പറയും. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ മുകളിൽ ഞാൻ ഉടനെ ആ പ്രദേശത്തെത്തി. ആ പ്രദേശത്തെത്തിയ സമയത്ത് കാണാൻ വലിയൊരു പ്രയാസമായിരുന്നു, കാണാൻ വേണ്ടി സാധിക്കാത്ത. കാരണം എന്താണെന്ന് വെച്ചാൽ ബോഗിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ കയ്യും കാലും പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളൊരു ഒരു ഒരു എലിനെ മുക്കി കൊല്ലുന്നത് പോലെ ആളുകൾ മുഴുവനും വലിയ, അത് പറയാൻ പാടില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ്. അത്രയും വലിയൊരു പ്രയാസമായിരുന്നു അന്ന് കാണാൻ വേണ്ടി സാധിക്കും. അന്ന് അത് മാത്രമല്ല, ചളിയും വെള്ളവും കലക്കും ഒന്നായിട്ട് വലിയൊരു പ്രയാസം. അതോടൊപ്പം ഒരു ചാറ്റൽ മഴ. ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ബോഗിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒട്ടനവധി ആളുകളെ കരക്ക് കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമായിരുന്നു. എങ്കിലും 10-28 ആളുകളെ ആ ബോഗിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനും, മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി പൂർണ്ണ ആളുകളെ, അതായത് യഥാർത്ഥ ആളുകളെ പിന്നെ അവരുടെ ബന്ധുക്കൾക്ക് പുറത്തയക്കാനും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വലിയൊരു പ്രയാസം. ജീവിതത്തിൽ 17-ാം വയസ്സിൽ ഒരുപാട് മൃതശരീരങ്ങളും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനവും ഒട്ടനവധി ദുരന്തമുഖത്തും ഓടിയെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു പ്രയാസം ഇന്ന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന് ഇന്നേക്ക് 24 വർഷം പൂർത്തിയാകുമ്പോഴും കടലുണ്ടി പാലത്തിന് മുകളിലൂടെ ഓരോ ട്രെയിനുകളും കുതിച്ചു പായുമ്പോൾ ഭീതിയുള്ള ഓർമ്മകളാണ് ഇന്നും പ്രദേശവാസികൾക്ക്.